ബി.ജെ.പിയുടെ കേരളത്തിലെ ഏറ്റവും വളരെ അഭിമാനകരമായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. പക്ഷേ നേമത്തോടൊപ്പം തന്നെ മറ്റു പല മണ്ഡലങ്ങളും വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അത് തിരുവനന്തപുരത്ത് തന്നെയാണ് ചില മണ്ഡലങ്ങൾ. കഴക്കൂട്ടമുണ്ട്, അതുപോലെ തന്നെ കാട്ടാക്കടയുണ്ട്, അതുപോലെ അതിപ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ബി.ജെ.പി 2ാം സ്ഥാനത്ത് വരെ എത്തിയതാണ്. നിലവിൽ അവിടെ സിറ്റിംഗ് എം.എൽ.എ എന്ന് പറയുന്നത് CPM-ലെ വി.കെ. പ്രശാന്താണ്, തിരുവനന്തപുരത്തിൻ്റെ പഴയ മേയർ. അപ്പോൾ CPM-നെ ഒരു സമയത്ത് 3ാം സ്ഥാനത്തേക്ക് ചവിട്ടിത്താഴ്ത്തിയ ബി.ജെ.പി ഇന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വളരെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ബി.ജെ.പി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. എ ക്ലാസ് മണ്ഡലത്തിൽ വരുന്നതാണ് വട്ടിയൂർക്കാവ്. അത് കേന്ദ്ര നേതൃത്വത്തിന് അയച്ച ലിസ്റ്റിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കാട്ടാക്കടയിൽ P.K. കൃഷ്ണദാസ്, മഞ്ചേശ്വരത്ത് കെ. സുരേന്ദ്രൻ, ഇങ്ങനെ പോവുകയാണ്. പക്ഷെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 2 പേരുകളാണിപ്പോൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഒന്ന് നടൻ കൃഷ്ണകുമാർ, മറ്റൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുൻ DGP ആയിരുന്ന ശ്രീലേഖ IPS ആണ്. ഈ 2 പേരുകളാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ശ്രീലേഖയുടെ പേര് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീലേഖ തന്നെ അത് വളരെ സന്തോഷത്തോടെ നിരസിച്ചിട്ടുള്ള കാര്യവുമാണ്. പിന്നെ പാർട്ടിയാണല്ലോ തീർച്ചപ്പെടുത്തേണ്ടത്. ഒരു കാര്യം ബി.ജെ.പി ഓർത്തിരുന്നാൽ നന്ന്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പിയിൽ നടൻ കൃഷ്ണകുമാർ ആയാലും ശ്രീലേഖയായാലും ജനം ഒരുപോലെ അംഗീകരിക്കും. അത് വേറെ കാര്യം. കാരണം ശ്രീലേഖയുടെ പ്രൊഫൈൽ വളരെ വലുതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ട് വരുമെന്ന് തിരുവനന്തപുരം നിവാസികൾ കണ്ടിരുന്നതാണ്. ശ്രീലേഖയും അങ്ങനെയാണല്ലോ ധരിപ്പിച്ച് വെച്ചിരുന്നത്. പക്ഷേ വി രാജേഷ് മോശം എന്നല്ല ഞങ്ങൾ പറഞ്ഞു വരുന്നത്. വി രാജേഷ് പാർട്ടി തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ആളാണ്. കോർപ്പറേഷനകത്ത് 5 വർഷം കൗൺസിലറായിരുന്ന ആളാണ്. ഒരു കോർപ്പറേഷനിൽ ഭരണനിർവഹണത്തെക്കുറിച്ച് കൃത്യമായി വി രാജേഷിനെ അറിയാം. ഇവരുടെ ആരുടെയും തന്നെ നിലവാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ 2.5 വർഷത്തിന് മുകളിലായിട്ട് കൃഷ്ണകുമാർ നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൃഷ്ണകുമാർ അവിടെ എത്തുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളുമായി നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരുന്നത് MP ആകുന്നതിന് മുമ്പ്, അതുപോലെയുള്ള പ്രവർത്തനമാണ് കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സമുദായത്തെയും അവിടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ തക്ക പ്രാപ്തി കൃഷ്ണകുമാറിനുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലം നിവാസി തന്നെയാണ് കൃഷ്ണകുമാർ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓർക്കുക, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 2016 വിജയിച്ചതാണ് കെ. മുരളീധരൻ. കെ. മുരളീധരനെ ഇവിടെ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റിയത് കൊണ്ടാണ് അത് പിന്നീട് CPM-ന്റെ കൈകളിലേക്ക് പോയത്. 2016 ശേഷം നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ്. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ കോൺഗ്രസിന്റെ രക്ഷകനായിട്ട് തെക്കും വടക്കും ഓടുകയായിരുന്നല്ലോ മുരളീധരന്. എവിടെ? നേമത്ത് കൊണ്ടുവന്നു. എന്തിന്? ബി.ജെ.പിയുടെ അക്കൗണ്ട് പൊട്ടിപ്പിക്കുമെന്നുള്ളത്. ഒരു കാര്യം ഓർക്കുക, വട്ടിയൂർക്കാവിലായിരിക്കും നേമത്തേക്കാൾ കടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. കാരണം വട്ടിയൂർക്കാവിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കെ. മുരളീധരൻ ഇവിടെ വട്ടിയൂർക്കാവിൽ ഇറങ്ങാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ RSS പ്രവർത്തകരും അണിനിരക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവിലായിരിക്കും. ബി.ജെ.പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, മുരളീധരനെ തറ പറ്റിക്കുന്നതിന് വേണ്ടി
അത് RSS നോക്കി വച്ചിരിക്കുന്നത് രണ്ടു പേരാണ്. ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് CP ജോണിനെയുമാണ്. CP ജോൺ നിരന്തരമായിട്ട് BJPയെ വിമർശിക്കുന്നു, BJPക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്ങനെയെന്നുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ. ഇതിന് പകരം വീട്ടാനായിട്ട് RSS ഇറങ്ങാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിൽ അതിശക്തമായ മത്സരം നടക്കുമ്പോൾ ഇത് BJPക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് BJP ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്പോൾ ശ്രീലേഖയെ ഇറക്കിക്കഴിഞ്ഞാലും വട്ടിയൂർക്കാവിൽ വിജയമുണ്ടാകും, കൃഷ്ണകുമാർ വന്നാലും വിജയമുണ്ടാകും. എന്തിന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നൊരു വാർത്ത വന്നതാണ്. അതുപോലെ തന്നെ K സുരേന്ദ്രൻ മത്സരിക്കുന്നു. K സുരേന്ദ്രൻ പിന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരു ഹെലികോപ്റ്റർ കൊടുത്താൽ മതി, എല്ലാ ഇടങ്ങളിലും അങ്ങ് എത്തിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അറിയേണ്ട കാര്യം, ശ്രീലേഖയെ മത്സരിക്കാൻ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ ശ്രീലേഖ വിജയിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാസ്തമംഗലം വാർഡിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്തമംഗലം വാർഡ് അവിടെ ശ്രീലേഖ രാജിവെക്കണ്ടേ? അതോ MLA സ്ഥാനവും കൗൺസിലർ സ്ഥാനവും കൂടി ഒന്നിച്ചു കൊണ്ടുപോകും? അവിടെ രാജിവെച്ച് കഴിഞ്ഞാൽ ആ വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ BJPക്ക് പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ മാറിമറിഞ്ഞു വരാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? തിരുവനന്തപുരത്ത് എത്രയിലാണ് നിൽക്കുന്നത് BJPയുടെ സീറ്റ്? ഒരു വക്കിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിനൊരു പരീക്ഷണത്തിന് BJP എന്തിനു പോകുന്നു? കയ്യിൽ കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷൻ കളഞ്ഞു കുളിക്കണോ, അതോ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ ഇറക്കി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കണോ? ഇതാലോചിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ശ്രീലേഖയെ ആദ്യമേ തന്നെ തീർച്ചപ്പെടുത്തണമായിരുന്നു. വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാനായിട്ട് അവിടെ വിട്ടേക്കുക, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ശ്രീലേഖയെ പോലുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ പ്രൊഫൈൽ തിരുവനന്തപുരത്തുകാർക്ക്, കേരളത്തിലുള്ളവർക്ക് നന്നായി അറിയാം. ഒരു മേയർ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ പ്രൗഢി എന്നൊക്കെ തിരുവനന്തപുരത്തുകാർ സ്വപ്നം കണ്ടതാണ്. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന ഘടകം തീർച്ചപ്പെടുത്തണം. അതിനകത്തൊരു ഉറച്ച തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നടൻ കൃഷ്ണകുമാർ ആണോ വേണ്ടത്, അതോ ശ്രീലേഖയാണോ വേണ്ടത്? ശ്രീലേഖ വന്നാലും കൃഷ്ണകുമാർ വന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിജയം ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ കയ്യിലിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തെക്കുറിച്ച് BJP ആലോചിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് ഈ രണ്ട് പേരുകൾ വിട്ടിരിക്കുന്നത്? രണ്ടുപേരും യോഗ്യർ തന്നെയാണ്. അക്കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് അഭിപ്രായ ഭേദത്തിന് ഇടയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മണ്ഡലം വളരെ അതിശക്തമായ മത്സരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നേമത്തിനേക്കാൾ അതിശക്തമായ മത്സരം നടക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവിലേക്കായിരിക്കും എന്നുള്ളതാണ്. ഈ ഏതാണ്ട് 30-35 മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് BJP കാണുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലേക്കും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു. അല്ലാതെ നേമത്തും വട്ടിയൂർക്കാവിലും മാത്രമല്ല നിൽക്കേണ്ടത്. ഈ 35 മണ്ഡലങ്ങളും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിയമസഭയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. വട്ടിയൂർക്കാവിന് വേണ്ടി നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രിയനായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുജന സമ്മതപ്രിയനായിട്ടുള്ള ഒരാളാണ് നടൻ കൃഷ്ണകുമാർ. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും മറ്റു വോട്ട് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ്. പൊതുകാര്യ പ്രസക്തനായിട്ടുള്ള ഒരാൾ കൂടിയാണ് കൃഷ്ണകുമാർ. അപ്പോൾ അവിടെ കൃഷ്ണകുമാറിന് വിട്ടുകൊടുക്കുക. ശ്രീലേഖ IPSന് ഇനിയും മറ്റതുപോലെ ഏതെങ്കിലും പദവികളിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ശ്രീലേഖയ്ക്ക് ഉചിതമായിട്ടുള്ളത്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വട്ടിയൂർക്കാവിൽ വിജയം ഉറപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് RSSന്റെ മുഴുവൻ പിന്തുണയും അവിടെ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.